ആ കലാപത്തിനിടയിൽ എനിക്ക് അപകടം സംഭവിക്കുമെന്ന് അവൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നാ പറയുന്നത്. അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടത്രേ. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അന്ന് മുതൽ ഞാൻ എന്റെ അനിയത്തിയായിട്ടാണ് അവളെ കാണുന്നത്. യെസ്, ഇവിടെയും അങ്ങനൊരു സംഭവം ഉണ്ടായി. വിശാൽ ഇവിടെ വരുമെന്നും അയാളെ മറ്റൊരാൾ വെടിവെക്കുമെന്നും പറഞ്ഞ് അവൾ വലിയ ബഹളമുണ്ടാക്കി. ഞാനത് വിശ്വസിച്ചില്ല. അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പോലും ഞാൻ സംശയിച്ചു. പക്ഷേ അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഭാഗ്യത്തിന് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രതിയെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളവരെ കുറിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ആ, വിശാൽ ഇവിടെ വന്നിട്ടുണ്ട്. പൂക്കളിൽ വിഷം ചേർത്തത് അയാളാണെന്നാ പറയുന്നത്. അത് പാർവതിയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാവാം. പക്ഷേ കുറ്റം ചെയ്തത് താനാണെന്നാണ് അവളുടെ നിലപാട്. വിശാൽ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പാർവതി വിശാലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും ചേരുംപടി ചേരുന്നില്ലല്ലോ അരവിന്ദ. എന്നാൽ നീല നിറത്തിലുള്ള ഒരു ലിക്വിഡാണ് പൂക്കളിൽ സ്പ്രേ ചെയ്തതെന്നാണ് രണ്ടുപേരും പറയുന്നത്. പക്ഷേ ലാബ് റിപ്പോർട്ട് അരവിന്ദൻ കണ്ടതല്ലേ? അതെ സർ. വെള്ള നിറത്തിലുള്ള പൗഡർ രൂപത്തിലുള്ള കെമിക്കലാണ് ആ പൂക്കളിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തതാവാം. സാറാകെ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ബട്ട് വിശാലിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ കുറ്റമേൽക്കുന്നതെങ്കിൽ സത്യമല്ലേ പറയൂ? വൈറ്റ് പൗഡറാണ് ഉപയോഗിച്ചതെന്ന് തന്നെ പറയും. നിറം മാറ്റി പറയേണ്ട കാര്യം എന്താ? ദാറ്റ് മീൻസ് അവൾ അങ്ങനെ ഒരു സ്പ്രേ കണ്ടിട്ടേയില്ല. ആബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് ഇന്നസെന്റ്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത. ഇനി പാർവതിയാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ വിശാൽ എന്തിന് പാർവതി രക്ഷിക്കാൻ വരണം? ഈ അറസ്റ്റിന് മുൻപ് വിശാലിന്റെ മൊഴി കൂടി സാർ എടുക്കണമായിരുന്നു. There you are. That's my mistake. നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ കാണിക്കുന്ന അതേ ജാഗ്രത നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും കാണിക്കണമെന്ന്. അതെ സാർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. യെസ്, ഇവിടെ എനിക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അത് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ കാരണം കേരള പോലീസിന് ഒരു ചീത്ത പേരുണ്ടാവാൻ പാടില്ല. ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഞാൻ മിസ്റ്റർ അരവിന്ദനെ ഏൽപ്പിക്കുന്നു. അൺഒഫീഷ്യലായി നിങ്ങൾ നടത്തിയ അന്വേഷണം ഇന്നു മുതൽ ഒഫീഷ്യലായി തന്നെ നടക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ കേസിൽ നിന്നും ഞാൻ അരവിന്ദനെ ഒഴിവാക്കിയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് തന്റെ അന്വേഷണത്തിന് ഗുണകരമാവാനാണ് സാധ്യത. ഓൾ ദി ബെസ്റ്റ് സർ. ഹലോ സർ. ശരി സർ. മിസ്റ്റർ വിശാൽ, പാർവതിയെ വിളിച്ച് സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ. സെൽ ഓപ്പൺ ചെയ്യൂ. വരൂ. സർ. മിസ്റ്റർ വിശാൽ, അറിവും ബോധവുമുള്ള ഒരാളിന്റെ മുമ്പാകെ സ്വമേധയാ നടത്തുന്ന കുറ്റസമ്മതമാണ്
ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നടത്തിയ കുറ്റസമ്മതം ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം തുടരും. തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോ വന്നാ മതി. ആ പാർവതി, ഇതൊന്ന് സൈൻ ചെയ്തേക്ക്. എവിടെ? ഇവിടെ. വിശാൽ സർ, വേഗം വാ, പോ. മോനെ, ഗോപി, അയ്യോ, അയ്യോ, ഗോപി, മോനെ, മോനെ, ഗോപി, മോനെ, 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 എട ഗോപി, പ്രഭാവതി, പ്രതാപ, ഗാർഗി, ഒന്ന് ഓടി വാ. അയ്യോ എന്റെ മോനെ, 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 ഗോപി, പ്രഭാവതി, മോനെ, മോനെ, ഗോപി, ഗോപിട്ടാ, എന്റെ മോൻ എന്ത് പറ്റിയോ? മോനെ, ഗോപി, എന്താ പറ്റിയേ? ഗോപിട്ടാ, മോനെ, ഗോപിട്ടാ, ഗോപിട്ടാ, മോനെ, അമ്മ എന്താ പറ്റിയേ? എനിക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ വീട് കിടക്കുന്നതാ കണ്ടത്. അച്ഛാ, അയ്യോ, ഗോപിട്ടാ. ഗാർഗി, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരൂ. ഗോപി, ഗോപിട്ടാ. ഗോപിട്ടാ, ഗോപി, ഗോപിട്ടാ, മോനെ, പ്രഭാവതി, ഗോപിട്ടാ, 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 കണ്ണൂർക്കളിയാ. എന്താ പറ്റിയത്? അച്ഛാ, അച്ഛാ കണ്ണൂർക്കച്ച. അമ്മേ, എന്താ പറ്റിയത് ഗോപിട്ടിന്? അളിയ, അളിയ, എന്താ പറ്റിയെന്തോ? അളിയ, ഗോപി, അളിയോ, മോനെ, അളിയ, വേഗം കൊണ്ടുപോകാം. ഗോപിട്ടാ, ഗോപി, അളിയ, ഗോപിട്ടാ, അച്ഛാ, അച്ഛാ, അളിയ. ആ, കണ്ണു തുറന്നു. ഗോപി, നിനക്ക് എന്താ പറ്റിയേ? മോനെ, അളിയ, ഗോപിട്ടാ, അച്ഛാ, ഗോപി, ഗോപിട്ടാ, അളിയ, ഗാർഗി, നീ ഡോക്ടറെ വിളിക്ക് വേഗം. വേണ്ട, ഞാൻ വിളിച്ചോളാം. ഗോപി, അച്ഛനെ പിടിക്ക്, നമുക്ക് റൂമിൽ കൊണ്ടു കിടത്താം. മോനെ സൂക്ഷിച്ച്. പാർവതി, ഏയ് പാർവതി, എങ്ങോട്ടായി ഓടുന്നേ? വേഗം വണ്ടി എടുക്ക വിശാൽ സർ. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അച്ഛൻ അപകടത്തിലാ. എന്താ പറഞ്ഞേ? ഓ, ഒന്നുമില്ല, വേഗം പോണം. വേഗം വണ്ടി എടുക്ക വിശാൽ സർ. കോട്ടും തരൂ.
സ്ട്രോക്ക് ആണ്. CVA ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടോന്നറിയാൻ ഒരു MRI സ്കാൻ ചെയ്യണം. ഇപ്പൊ ഞാനൊരു ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി എടുക്കണം. ഏതിനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഈ മെഡിസിൻ വാങ്ങാം. ഇത് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. ഡോക്ടർ, പേടിക്കാൻ എന്തെങ്കിലും? പേഷ്യന്റ് കോൺഷ്യസ് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. CVA ആണ്, സെറിബ്രോ വാസ്കുലാർ ആക്സിഡന്റ്. എന്തായാലും സ്കാനിങ്ങിന് ശേഷം ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അളിയൻ ഇനി സംസാരിക്കാനും എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ലല്ലേ? ഇല്ലല്ലേ? അങ്ങനെയല്ല, തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ആണ് ഇതിന് കാരണം. സ്ട്രോക്ക് 2 രീതിയിലുണ്ട്. ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇസ്കിമിക് സ്ട്രോക്ക് ആണ്. ആറ് മാസത്തിനുള്ളിൽ ഭേദമാകാൻ സാധിക്കും. പിന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആയതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായി ഒന്നും സംഭവിക്കരുത്. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. 3 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി ഡോക്ടർ. അല്ല ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ 6 മാസത്തേക്ക് അളിയൻ ഈ കിടപ്പ് തന്നെ ആയിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് വേണം പിച്ച വെച്ച് തുടങ്ങാൻ. പ്രതാപ, രോഗാവസ്ഥ കിടക്കുന്ന ഒരാളിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ആഭാസത്തരൊന്നും വിളമ്പരുത്. നാളെ നിനക്കും ഈ അവസ്ഥ വരില്ലെന്ന് ഉറപ്പൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, രാധയ്ക്ക് സംഭവിക്കാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. ഏട്ടാ, അച്ഛനൊരു സ്ട്രോക്ക് വന്നു. ഞാൻ പോയി മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം. ശരി, ഞാൻ ഇറങ്ങുന്നു. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോഴേ അങ്കിളിനാ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. സ്ട്രോക്ക് നിന്റെ മനസ്സിൽ എന്തെങ്കിലും വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അത് അച്ഛന് സ്ട്രോക്ക് വന്നത്. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഈ വീട്ടിലിപ്പോ നടക്കുന്നുള്ളൂ. വിശാൽ ആശുപത്രിന്ന് വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഗോപേട്ടൻ ഈ അവസ്ഥയിലായി. ചിലര് ഇവിടെ എന്ന് കാലുകുത്തിയോ അന്നു മുതൽ ഈ കുടുംബത്തിലെ ലക്ഷണക്കേടാ. ഡോക്ടർ അച്ഛന്
അച്ഛന് CV ആണ്, സെറിബ്രോ വാസ്കുലാർ ആക്സിഡന്റ്. ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും ഒരു MRI എടുക്കണം. അപ്പോഴേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയും. ശരി ഡോക്ടർ. അച്ഛൻ്റെ എന്തോ പറയുന്നുണ്ട്. ഇതെന്തോ ഇത് ഇങ്ങനെ കഥകൾ കളിക്കുന്നു? എന്താ അച്ഛാ? അച്ഛൻ ആരെയായി തിരയുന്നേ? ചേച്ചിയായിരിക്കും. എന്താ വേണ്ടെന്ന് ചോദിക്കുക ചേച്ചി. ഗോപിട്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഗോപിന്റെ എന്താ വേണ്ടേ? അമ്മയല്ല, ചിലപ്പോ അച്ഛമ്മയായിരിക്കും. മോനെ ഗോപി, മോൻ വിഷമിക്കൊന്നും വേണ്ട. മോന് വേഗം ഭേദമാകും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛമ്മയല്ലല്ലോ, പിന്നെ ആരെയായിരിക്കും? അച്ഛാ, എന്താ ഉണ്ടായത്? അയ്യോ, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ ഗായത്രിയുടെ ഫോട്ടോ വെക്കുന്നിടത്ത് ബോധമില്ലാതെ കിടക്കുന്നതാ കണ്ടത്. ഫോട്ടോ ദേഹത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അച്ഛാ, മോനെ, ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് പോയി. മെഡിസിൻസും കുറിച്ച് തന്നിട്ടുണ്ട്. വിപിൻ അത് മേടിക്കാൻ പോയിരിക്കുക. സ്ട്രോക്ക് ആണെന്നാ മോനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് നോക്കി നിൽക്കാണോ? അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിടിക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. വിഷ്ണുമായ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാംപ്രസാദാ അളിയനെ നോക്കിയത്. ബെസ്റ്റ് ഡോക്ടറോടാ. പാർവതിയെ കണ്ടപ്പോഴേ അച്ഛന്റെ മുഖം ഒന്ന് തെളിഞ്ഞു.